ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ വീഡിയോയുടെ പ്രമേയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ എപ്പോഴെങ്കിലും വെസ്റ്റേൺ ഫിലോസഫിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രീ സോക്രട്ടിക് ഇറ പിന്നെ സോക്രട്ടിക് ഇറ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഇത് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫിലോസഫർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോക്രട്ടീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോന്ന്, പ്ലേറ്റോന്റെ ശിഷ്യനായിരുന്നു മറ്റേ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായിരുന്നു അലക്സാണ്ടർ എന്നുള്ള ഒരു വസ്തുത അറിഞ്ഞിരിക്കുന്നത് ഒരു 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 ഫ്രെയിമാണ് അത്. ടു ലുക്ക് അറ്റ് എന്താ പറയാ സോക്രട്ടിക് ഫിലോസഫി, അല്ലെങ്കിൽ ഇനിയിപ്പോ അതിന് മുമ്പത്തെ തെയിൽസ്, അങ്ങനെ ഈ കുറെ ആൾക്കാരുണ്ട്, അതായത് പ്രീ സോക്രട്ടിക് ഫിലോസഫേഴ്സ് ഉണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താ പറയുക, ഇത് BC 300 ആ ഇറയിലാണ് ഇവരെല്ലാം ജീവിച്ചിരുന്നത്. അപ്പോ ഇങ്ങനൊരു വീഡിയോ പിടിക്കണം എന്ന് എനിക്ക് ആഗ്രഹം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ എന്താ പറയുക ആകസ്മികമായിട്ട് ഒരു വീഡിയോ കാണാൻ ഇടവന്നു. അപ്പോൾ ആ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഒരു ഹാരി ബിൻസ്വാങ്കർ എന്ന് പറഞ്ഞ ഒരാളാണ് ആ വീഡിയോ എന്താ പറയാ ഇത് ചെയ്ത്. അപ്പോ സേവിങ് മാത്ത് ഫ്രം പ്ലേറ്റോ എന്നാണ് ആ വീഡിയോന്റെ ടൈറ്റിൽ. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സേവിങ് മാത്ത് ഫ്രം പ്ലേറ്റോ എന്നാണ് ആ വീഡിയോന്റെ ഇതിവൃത്തം. ഓക്കെ, അപ്പോ ഈ വെനെവർ യു ഹിയർ അബൌട്ട് പ്ലാറ്റോ ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നു ശരിക്കും. ഫോർ എക്സാമ്പിൾ പുള്ളി ഒരു പ്രീഡിഫൈൻഡ് ഫോംസ് ഉണ്ട്, അതിൽ നിന്നാണ് റിയാലിറ്റി ഉണ്ടാവുന്നത്. അതായത് വളരെ ഐഡിയലൈസ്ഡ് ഫോംസ് നേച്ചർ വേൾഡിലുണ്ട്, അതിന്റെ റൈഫിക്കേഷൻ ആണ് റിയാലിറ്റി എന്നാണ് പ്ലാറ്റോന്റെ വാദം. പ്ലാറ്റോണിക് ഐഡിയലിസം എന്നാണ് ഇത് ചെയ്യുന്നത്. സ്ഥാനത്ത് അരിസ്റ്റോട്ടില് അങ്ങനെ ഒരാളായിരുന്നു. അരിസ്റ്റോട്ടിൽ കുറച്ചും കൂടി ഒരു എംപിരിസിസ്റ്റ് ആയിരുന്നു. ഹി വാസ് ഗ്രൗണ്ടഡ് ഇൻ എന്താ പറയാ സെൻസ് എക്സ്പീരിയൻസ്, എക്സ്പെരിമെന്റേഷൻ, ഫിസിക്സ്, ബയോളജി, ലോജിക്ക്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇതിന്. പ്ലാറ്റോ ആണെങ്കിൽ റെട്ടറിക്, പൊളിറ്റിക്സ്, കുറച്ചും കൂടി ഒരു മെറ്റാഫിസിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് എന്താ പറയാ. അപ്പൊ ഇന്നത്തെ മോഡേൺ ലോജിക്കൽ പോസിറ്റിവിസ്റ്റ് കമ്പൈൻ ബോത്ത്, പക്ഷെ അവർക്ക് അഫിനിറ്റി കൂടുതൽ അരിസ്റ്റോട്ടലീനിയനോടാണ്. അപ്പോ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോന്റെ ഇതിവൃത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേക്ക് ദി കേസ് ഓഫ് എ സർക്കിൾ. ഓക്കെ, അപ്പോ സർക്കിള് നമുക്കറിയാം അതൊരു അപ്രോക്സിമേറ്റഡ് ഫിഗർ ആയിരിക്കും. കാരണം എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അതിന്റെ ഒരു സർക്കിളിന്റെ കേർണല് വേണമെങ്കിൽ നമുക്ക് പൈ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ ഈ പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ബിറ്റ്വീൻ സർക്കംഫറൻസ് ആൻഡ് ഡയമീറ്റർ ആണ് പൈ എന്ന് പറയുന്നത്. അതായത് ഏരിയ ഓഫ് പൈ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ 2πr ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ട്വൈസ് ദ റേഡിയസ് ആണ്. അപ്പൊ 2πr ഉം 2r-ന്റെയും റേഡിയസ് എന്താണ്? പൈ. അപ്പൊ പൈ എന്ന് പറയുന്ന സാധനം 3.141589 അങ്ങനെ മംഗലാപുരത്ത് ഉള്ളി ഏതാണ്ട് 1,00,000 ഡിജിറ്റ് പൈ മെമ്മറൈസ് ചെയ്തോ, അങ്ങനെ ഞാൻ പണ്ട് റിലേഷൻഷിപ്പ് വായിക്കുന്നുണ്ട്. അപ്പോ എന്ന സ്ഥാനത്ത് ഈ എന്താ പറയാ, അതേമാതിരി തന്നെ എല്ലാം ഒരു പ്ലാറ്റോണിക് സോളിഡ്സ് തന്നെ ഉണ്ട്. ഇപ്പോ എന്താ പറയാ, സ്ക്വയർ, ക്യൂബ്, ഐസ്, ഡോഡക്ക ഹെഡ്രോൺ, അങ്ങനെ കുറെ പ്ലാറ്റോണിക് സോളിഡ്സ് തന്നെ ഉണ്ട്. അതായത് അപ്പോ ഈ മോഡേൺ ഡെഫിനിഷൻ ഓഫ് അപ്പൊ ഈ സേവിങ് മാത്ത് ഫ്രം പ്ലാറ്റോ വീഡിയോ പിടിച്ചേക്കുന്ന ആള് എന്താ പറയാ, അയൺ റാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. അപ്പോൾ അയൺ റാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയൺ റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഷ്യൻ യുവതിയാണ്. അവര് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും അപ്പൊ ഒരു വെസ്റ്റേൺ എക്സെപ്ഷണലിസം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിസത്തിന്റെ ഒരു വലിയൊരു എന്താ പറയാ വലിയ നെയിമാണ് അവര് അയൺ റാൻഡ്. അപ്പൊ അയൺ റാൻഡിന്റെ ഫൗണ്ടൻ ഹെഡ് വായിക്കുക എന്നുള്ളത്, വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ സ്ട്രോങ് പൊളിറ്റിക്കൽ വ്യൂസ് ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിസത്തിനെ ഫേവർ ചെയ്ത് സംസാരിക്കുമ്പോൾ, ഈവൻ ഇഫ് ഞാൻ ഇവരുടെയൊക്കെ പുസ്തകം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഫുൾ റീഡിംഗ് ഒന്നും നടത്തിയിട്ടില്ല. അവർക്കൊരു ഒബ്ജക്റ്റീവിസ്റ്റ് എപ്പിസ്റ്റമോളജി ഉണ്ട്, അതിനെന്താ ആക്സോണറ്റിക്സോ അങ്ങനെ ഒരു പേരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു ബുക്കൊക്കെ എന്റെ ചെറുപ്പത്തിലേക്ക് ലൈബ്രറിയിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അപ്പൊ അയൺ റാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ എപ്പിസ്റ്റമോളജി കുറച്ചും കൂടി ഒരു അരിസ്റ്റോട്ടലിയൻ ലീനിയേജ് ഉള്ള ഒരു സാധനമാണ്. അതായത് ഇപ്പോ ഒരു പ്രീ കൺസീവ്ഡ് ഫോംസോ അങ്ങനെ ഒരു അത് നമുക്ക്
false sense of security തരുന്നത്. നേച്ചർ ബ്രൂട്ട് എന്താ പറയാ അപ്രോക്സിമേറ്റ് ഇൻഎക്സാക്ടിറ്റ്യൂഡ് ഉള്ളതാണെന്നാണ് ആ വീഡിയോന്റെ തീം. അപ്പൊ ആ വീഡിയോയിൽ മെയിൻ ആയിട്ടും whenever we അപ്പോൾ മാത്തമാറ്റിക്സ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് സബ്ജക്റ്റ് ആയിട്ട് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് മാത്തമാറ്റിക്സിന്റെ ഉദ്ദേശം എന്നാണ് ഓതർ പറയുന്നത്. അപ്പോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് വെച്ച് നോക്കുമ്പോൾ മോഡേൺ ഡെഫിനേഷൻ ഓഫ് നമ്പർ പിയാനോസ് അരിത്തമാറ്റിക്കിന്റെ ഒരു ചെറിയ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ നമ്പേഴ്സ് വെച്ച് കെയിം ബിഫോർ 3 കൂടി വരും. 1 2 3 അവിടെ ഉണ്ടെന്നാണ്. അതിന് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 ഉണ്ടെന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പുള്ളി എടുക്കുന്നത് ഒരു എം ടി സെറ്റ്, അതിന്റെ കാർഡിനാലിറ്റി 0 ആണ്. എം ടി സെറ്റിൽ 0 ഇട്ടിട്ട് അതിന്റെ കാർഡിനാലിറ്റി 1 ആണ്. എം ടി സെറ്റിൽ 0,1 ഇട്ട് കഴിഞ്ഞാൽ അല്ല സെറ്റിൽ 0,1 ഇട്ട് അതിന്റെ കാർഡിനാലിറ്റി എടുക്കുകയാണെങ്കിൽ 2. അങ്ങനെയാണ് നമ്പേഴ്സ് ചെയ്തേക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എം ടി സെറ്റ് അല്ലെങ്കിൽ നള്ള് എന്ന് പറയുന്ന സാധനമില്ല, നോൺ എക്സിസ്റ്റൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഈ റിയൽ നമ്പേഴ്സ് ഇത് ചെയ്യുമ്പോൾ ഡീറ്റ്കിൻ കട്ട്, പിന്നെ കാൻഡേഴ്സ് ഡയഗണലൈസേഷൻ ആർഗ്യുമെന്റ് വരെ. അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു എംപിരിക്കൽ മാത്തമാറ്റിക്സിന് വേണ്ടിയുള്ള ഒരു വാദമാണ്. അപ്പൊ ഞാൻ എനിക്ക് ആ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓക്കെ, അപ്പൊ ഞാനിത് ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പീപ്പിൾ ഡു നോട്ട് ഹാവ് മച്ച് ക്ലൂ അബൌട്ട് ദിസ് ഇന്റലക്ച്വൽ ലീനിയേജ്. അതായത് പ്ലാറ്റോന്റെ അല്ല സോക്രട്ടീസ് ഇങ്ങനെ അഥേനിയൻ സിറ്റി സ്റ്റേറ്റ്സിൽ ഇങ്ങനെ കറങ്ങിയാണെന്ന് സ്കെപ്റ്റിക് ആയിരുന്നു. കുറേ ആൾക്കാരോടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാതെ അതിൽ നിന്നാണ് നമുക്ക് സോക്രട്ടിക് മെത്തേഡ് കിട്ടിയത്. പിന്നെ ഈ സോക്രട്ടീസ് അഥേനിയൻ സിറ്റി സ്റ്റേറ്റിൽ ആൾക്കാരെ വഴിതെറ്റിച്ചു പറഞ്ഞ പുള്ളിയെ കൊല്ലുകരുത് അടുത്ത ഭരണാധികാരികൾ. അപ്പൊ പുള്ളിയുടെ ശിഷ്യനായ പ്ലേറ്റോ വോ എടുത്തു. അതായത് അൺടിൽ അതിനെ ഒരു ക്രിയാത്മക പ്രതികാരം ചെയ്യാതെ പുള്ളി വിശ്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അക്കാഡമി സ്ഥാപിക്കുകയും പുള്ളി പ്ലാറ്റോണിക് ഐഡിയലിസത്തെ കുറിച്ചും പ്ലാറ്റോണിക് ലവോ പ്ലാറ്റോണിക് ദിസ് ദാറ്റ് എല്ലാം ഉണ്ട്. ഡയലറ്റിക്സ് പ്ലേറ്റോ ആണ് വെസ്റ്റിൽ പോപ്പുലർ ആക്കിയ, ലോജിക് അരിസ്റ്റോട്ടിൽ. അപ്പോ ഈ പ്ലാറ്റോന്റെ അക്കാഡമിക്ക് ബദലായിട്ട് അയാളുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ ലൈസിയം എന്ന് പറയുന്ന സാധനം. ലൈസിയം കുറച്ചും കൂടി എൻട്രൻസ്ഡ് എംപിരിസിസം ആണ്. അപ്പോ വെസ്റ്റില് ഒരു പ്ലേറ്റോണിക് വേഴ്സസ് അരിസ്റ്റോട്ടീലിയൻ ഒരു എന്താ പറയാ ബാറ്റില്, ഒരു അവരുടെ ഫിലോസഫിയെ തന്നെ അത് രണ്ടായിട്ട്, അത് പിൽക്കാലത്തെ എംപെരിസിസം റാഷണലിസം ആയിട്ടും മാറുകയും പിന്നെ ഫോർച്ചുനേറ്റ്ലി ഇത് രണ്ടും കൂടി എന്താ പറയാ എംപെരിക്കലി എക്സ്പെരിമെന്റ് ചെയ്തിട്ട് റാഷണലി യൂസിങ് മാത്തമാറ്റിക്സ് ലോജിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിനെ മറ്റേ റീഫോർമുലേറ്റ് ചെയ്തിട്ടാണ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് മോഡേൺ വെസ്റ്റേൺ സയൻസ് ഇവിടെ വരെ എത്തിയത്. ഓക്കെ, അപ്പോ ഈ പ്ലേറ്റോ ശിഷ്യനാണ്. പ്ലേറ്റോന്റെ റിപ്പബ്ലിക് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, അതായത് മോഡേൺ റിപ്പബ്ലിക്കിന്റെ ടെംപ്ലേറ്റ് അറ്റ്ലീസ്റ്റ് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ആട്രിബ്യൂട്ട് പ്ലേറ്റോ. പ്ലേറ്റോ ഈവൻ ഗോട്ട്ഫ്രീഡ് വിൽഹം ലെബനിറ്റ്സിനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. മേ ബി ഈ ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ഒക്കെ മോസ്റ്റ്ലി ഐഡിയലിസ്റ്റും ഇംഗ്ലീഷ് ഫിലോസഫേഴ്സ് മോസ്റ്റ്ലി മെറ്റീരിയലിസ്റ്റ് അല്ലെങ്കിൽ മറ്റേ എംപെരിസിസ്റ്റ് ആണ്, മറ്റേ റാഷണലിസ്റ്റുകളാണ്. ജർമ്മൻസ് ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പൊ അങ്ങനെയാണ് അവരുടെ ആ ഒരു ഇതുള്ളത്. അപ്പൊ ഈ നമ്മൾ അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ whenever you read Western philosophy, you should understand the pre-Socratic and the post-Socratic. In pre-Socratic times, there were people like എന്താ പറയുക സ്പിരിച്വാലിറ്റിക്കും അതേമാതിരി തന്നെ നോൺ ഡ്യൂവലിസ്റ്റിക് തിങ്കിങ്ങും എന്താ പറയാ മെറ്റാഫിസിക്കൽ തിങ്കിങ്ങിനൊക്കെ നല്ലൊരു ഊന്നലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ട്രഡീഷനിലാണ് ഒരു എന്താ പറയാ ഇപ്പൊ മോഡേൺ വെസ്റ്റേൺ ഫിലോസഫേഴ്സ് അവരുടെ ലീനിയേജ് ട്രേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ യൂക്ലിഡിന്റെ എലമെന്റ്സ് ഒക്കെ, അത് ജോമെട്രി, അതായത് എന്താ കാര്യം ഈ ജോമെട്രിയെ കുറിച്ച് 4 പോസ്റ്റ്ലേറ്റ്സ് പറയുന്നുണ്ട്. 5th പോസ്റ്റ്ലേറ്റിന്റെ എക്സെപ്ഷൻ എടുത്തിട്ടാണ് നോൺ യൂക്ലിഡിയൻ ജോമെട്രി ഉണ്ടായത്. അപ്പൊ ശരിക്കും അപ്പൊ ഒരു whenever you should understand the relevance of Socrates, his Socratic method, skepticism, and പുള്ളി എപ്പോഴും പറയുമായിരുന്നു and only thing which I am certain about is my ignorance. അപ്പൊ ആ എക്സ്ട്രീം skepticism produced lot of body of work, പക്ഷെ it was never എന്താ പറയാ കാറ്റലോഗ്ഡ് anywhere. അത് പ്ലേറ്റോ ആണ് ചെയ്തത്. അരിസ്റ്റോട്ടിലും എന്താ പറയാ അരിസ്റ്റോട്ടിൽ റെട്ടറിക്കിനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, പിന്നെ പൊളിറ്റിക്സിനെ കുറിച്ച്, പിന്നെ ഫിസിക്സ് എന്നുള്ള ടേം കോയിൻ ചെയ്ത അരിസ്റ്റോട്ടിലാണ്. അപ്പോ പ്ലേറ്റോന്റെ അക്കാഡമി, ഈ അരിസ്റ്റോട്ടലിന്റെ ലൈസിയം,
പിന്നെ അരിസ്റ്റോട്ടലിന്റെ ലൈസിയം അതിനെ ട്രെയിൻ ചെയ്തെടുത്ത ആളാണ് അലക്സാണ്ടർ. അലക്സാണ്ടർ ആണ് അവിടെ നിന്ന് ലോകം കീഴടക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്നത്. അപ്പൊ ഒരു രസകരമായ, ഇപ്പൊ നമ്മൾ ചരിത്രത്തിൽ പഠിപ്പിക്കണ മാതിരി പുരുഷോത്തമ രാജാവ് അലക്സാണ്ടറെ നേരിടുകയും പുരുഷോത്തമ രാജാവ് തോറ്റു എന്നാണ് പറയുന്നത്. എന്നിട്ട് പക്ഷെ ഇയാളുടെ ധീരത കണ്ടിട്ട് മറ്റേ എന്താ പറയാ അലക്സാണ്ടർ രാജ്യം വിട്ടുകൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ചെറുപ്പത്തിൽ അമർചിത്ര കഥയിലൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോ ഇഫ് യു ആസ് ജുറാട്രിയൻസ്, അവരുടെ അടുത്ത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും അലക്സാണ്ടർ ഗ്രേറ്റ് ഒന്നുമില്ല, ഞങ്ങളുടെ പൂർവ്വരുടെ ലൈബ്രറി എല്ലാം കത്തിച്ചു കളഞ്ഞ ആളാണ്. ഇപ്പോ പിന്നെ അലക്സാണ്ടറിനെ അറബിക്ക് ഇതിലെ ദുൽഖർനൈൻ എന്നാണ്. ദുൽഖർ നൈൻ അലക്സാണ്ടർ. ഈ ദുൽഖർ സൽമാൻ ചിലപ്പോൾ അവിടെ നിന്ന് വന്നായിരിക്കും. ഈ ദുൽഖർനൈൻ എന്നാ കണ്ടെന്നാണ് അലക്സാണ്ടറിന്. ഒരു പണ്ടൊരു പാകിസ്ഥാനിൽ ഒരു പ്ലെയർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അലക്സാണ്ടർ ഇന്ത്യ പിടിക്കാൻ വേണ്ടി വന്നപ്പോ അന്നത്തെ സിന്ധ എന്നാണ്, അതായത് വെസ്റ്റേൺ ഇന്ന് പാകിസ്ഥാനിലുള്ള സിന്ധിന്റെ അവിടെ വന്നു നിന്ന് കഴിഞ്ഞപ്പോ അപ്പൊ ഇവരുടെ ഈ ഫുൾ പട വന്നിട്ട് ഗ്രാമത്തിന്റെ അതിർത്തിയിൽ വെക്കും, എന്നിട്ട് ദൂത് വിടും, എന്നിട്ട് അവരടുത്ത് സറണ്ടർ ചെയ്യാൻ പറയും. അപ്പൊ അവര് സറണ്ടർ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ എല്ലാ ആൾക്കാരെയും ഇവാക്യുവേറ്റ് ചെയ്തു. അപ്പൊ ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരാൾ മാത്രം അവിടെ നിന്ന് മാറുന്നില്ല. അപ്പോ എന്താണ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ പടയാളികൾ എന്ന് പറയും ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും പോയി, എന്താണ് അയാളുടെ പണി? അപ്പൊ അയാളെ പറഞ്ഞയക്ക്. 2 ദിവസം കഴിഞ്ഞിട്ടും അയാൾ പോയിട്ടില്ല. അപ്പൊ അലക്സാണ്ടറിന് കൗതുകമായി, കാരണം എന്റെ ഇത്രയും വലിയൊരു ഇത് വന്നിട്ട് അവിടെ നിന്ന് പോകാത്ത എന്താ? അപ്പോ അങ്ങനെ ഇയാൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മറ്റേ ഒരു നമ്മള് തലയിലൊക്കെ മൂടിയിട്ട് ഇങ്ങനെ ഈ ആളുടെ മുന്നിൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പറയുന്നത് ജിംനോസോഫിസ്റ്റ് എന്നാണ്, അതായത് നഗ്നനായ സന്യാസി എന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അലക്സാണ്ടർ ചോദിച്ചു ജിംനോസോഫിസ്റ്റിനോട്, ആട്ടെ നിങ്ങളെന്താ ഇത് ചെയ്യുന്നത്? അപ്പൊ അയാൾ പറഞ്ഞാൽ മനസ്സിനും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ജിംനോസോഫിസ്റ്റ് ചോദിച്ചു, ആട്ടെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ലോകം കീഴടക്കാനാന്ന് വെച്ചാൽ. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന് വല്ല പണിയൊന്നുമില്ലെന്ന് ജിംനോസോഫിസ്റ്റും ഇവന് വട്ടാണെന്ന് അലക്സാണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു എന്നാണ് കഥ. അപ്പൊ അത് ശരിക്കും ഹൗ ആൻ ഇന്ത്യൻ വ്യൂസ് ദ വേൾഡ് ആൻഡ് ഹൗ എ കോൺഗ്രർ വ്യൂസ് ദ വേൾഡ് എന്നൊരു ഭയങ്കര തമാശയാണ്. അപ്പൊ ഈ എന്താ പറയാ ഈ അപ്പൊ ഇത് ഒറിജിനലി ദേവദത്ത് പട്നായിക്ക് പുള്ളിയുടെ ഒരു ടെഡ് മൈസൂർ ടോക്കിലാണ്. അപ്പൊ പുള്ളി സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഗോമതേശ്വര ബാഹുബലിമാരി ഒരാളായിരിക്കും ഈ ജിംനോസോഫിസ്റ്റ് എന്നാണ്. അപ്പൊ പുള്ളിയുടെ ഗ്രീക്ക് ദേവദത്ത് പട്നായിക്ക് തന്നെ ഗ്രീക്ക് പുരാണത്തെ കുറിച്ച് പുള്ളി എഴുതിയിരിക്കുന്ന പുസ്തകത്തില് ഈ സ്റ്റോറി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോ whenever you view videos or philosophical discourse or general documentaries from the West, ഈ characteristic bias, അതായത് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ട്രയാഡ്, അവരുടെ റെലവൻസും അവർ തമ്മിലുള്ള ഫിലോസഫിക്കൽ ഡിഫറൻസസും അതെങ്ങനെയാണ് വെസ്റ്റേൺ ഫിലോസഫിയെ രണ്ടായിട്ട് ഒരു തിരിച്ചിട്ടുള്ളതും, ഒരു റാഷണലിസ്റ്റിക് എംപസിസ്റ്റ് ക്യാമ്പായിട്ട് പിൽക്കാലത്ത് മാറാനുള്ള കാര്യവും ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പഠിക്കാൻ കാരണം. അപ്പോൾ പ്ലീസ് വാച്ച് സേവിങ് മാത്സ് ഫ്രം പ്ലേറ്റോ. ഐൻ റാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു എന്താ പറയാ ഒരു മാത്തമാറ്റീഷ്യനാണ് ഈ പറയുന്ന, ഇതിന്റെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡോക്ടർ ഹാരി ബിൻസ്വാങ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ വീഡിയോ കാണുക. ആ വീഡിയോ കാണുമ്പോൾ അതിന്റെ ആർഗ്യുമെന്റ് ഭയങ്കര കമ്പലിംഗ് ആണ്. പക്ഷെ ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഇപ്പോ ഞാനൊരു maybe when I was young I was more or less an empiricist. പക്ഷെ ഇന്ന് if you want to do architects and concept to code, you should have some kind of a metaphysics എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ I am more on the Platonic side rather than the Aristotelian side. But I am no stranger to Aristotelian way of doing things. അതായത് theory without practice is useless and practice without theory is dangerous എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. Love without sex is useless and sex without love is dangerous എന്നാണ് ഞാൻ പാരഫ്രൈസ് ചെയ്തതാണ്. അപ്പോൾ I hope this video was useful. നന്ദി, നമസ്കാരം.